നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരത്തെ എണീറ്റു കേട്ടോ. ഇന്ന് സൺഡേ ആണ്. 7 മണിയായപ്പോൾ എണീറ്റു. എനിക്കൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഏട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഏട്ടൻ പോണതിന് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് രാവിലെ എണീറ്റു. ഒരു മിനിറ്റ്, എന്തൊക്കെ കഷ്ടപ്പാടെന്ന് നോക്കി. നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ യൂട്യൂബ് ചെയ്യുന്നത് സിമ്പിളെന്നാണ് പറയുന്നത്. രാവിലെ വെള്ളം കുടിക്കുകയാണ്. ഇനി നമുക്ക് പതിയെ കിച്ചണിലേക്ക് കയറാം. അയ്യോ, എൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുന്നു. ഇന്നലെ വീഡിയോ എടുത്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കണം, മറന്നു. ആ സൈഡിലായതുകൊണ്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ആദ്യം ഏട്ടനൊരു ബ്ലാക്ക് ടീ. ഇപ്പോൾ ചായ ഒന്നും കുടിക്കില്ല, കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ചായ ഒന്നും കുടിക്കില്ല. ഫ്രണ്ടിലോട്ട് പോകും. അപ്പം ഞാനിങ്ങനെ വരാം. തിരിച്ച് ഞാനല്ലേ നായിക, അപ്പം എന്നെയല്ലേ കാണിക്കാറുള്ളത്. ചായ ഒന്നും ഏട്ടൻ കുടിക്കില്ല. അപ്പോൾ ഏട്ടന് കട്ടൻ ചായ, എനിക്ക് ജീരകവെള്ളം. ഇത്രയുമാണ്. ഞാൻ മെലിഞ്ഞില്ലേ, പക്ഷേ വെയിറ്റ് ഇപ്പോഴും 57.5 ആണ് കാണിക്കുന്നത്. ഒരു 3 കിലോ വളരെ പെട്ടെന്ന് കുറഞ്ഞു. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് ഓക്കെ ആണ്. വെയിറ്റ് കാണിക്കുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും 3 കിലോ 15 ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സന്തോഷമുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് കട്ടൻ ചായ ഇടാം. അത് കഴിഞ്ഞ് എനിക്ക് ജീരകവെള്ളം ഇടാം. കെറ്റിലാണ് ഞാൻ ഇടുന്നത്. പിന്നെ എന്തോ പറയാൻ വന്നത്, ഏതൊക്കെന്ന് ഹോട്ടലിലെ പോലത്തെ ഗീ റോസ്റ്റും വൈറ്റ് ചട്നിയും ഹോട്ടലിൽ പോലത്തെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ വൈറ്റ് ചട്നി വെറുതെ തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളി ഇട്ട് അരച്ച് വൈറ്റ് ചട്നിയും, പിന്നെ നല്ല പരത്തിയിട്ട് അതിൽ മുകളിൽ ഗീ ഒഴിക്കുമ്പോൾ ഗീ റോസ്റ്റും ആവില്ലേ. പിന്നെ ഹോട്ടലിലെ പോലെ പെർഫെക്ഷൻ ഗീ റോസ്റ്റിന് വരില്ല, പക്ഷെ ചമ്മന്തി ഞാൻ ഉണ്ടാക്കും. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മില്ലറ്റ് നൂഡിൽസാണ്. എനിക്ക് സംഭവം ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ. ഇത് മില്ലറ്റ് നൂഡിൽസ്, ഇതിൻ്റെ തന്നെ പാസ്തയും ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഡയറ്റിൽ നൂഡിൽസും പാസ്തയൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ഇത് മില്ലറ്റിൻ്റെ ആണ്. ഇതിൽ തന്നെ നമ്മുടെ മാഗി മസാല പോലെ ഇതിൻ്റെ ഒരു മസാല വരുന്നുണ്ട്. ആ മസാല എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഇട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. ആ മസാല ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ആ മസാല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ മസാലയോട് ഇഷ്ടമല്ല. എങ്കിലും ഞാൻ കഴിക്കും, നിറയെ വെജിറ്റബിൾസൊക്കെ ഇട്ട്. അപ്പം ഇതിൻ്റെയും രാവിലെ വേദയുടെയും ഒക്കെ വേദനയ്ക്കും ആയിരുന്നു ദോശ. ഇഡ്ഡലി മാവും ദോശമാവും അരച്ച് വെച്ചാൽ അത് തീരുന്നത് വരെ ഇഡ്ഡലിയും ദോശയായിരിക്കും. അപ്പോൾ അവർക്ക് ദോശയും എനിക്ക് മില്ലറ്റ് നൂഡിൽസുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ജീരക വെള്ളം സെറ്റായിട്ടുണ്ട്. ആ സമയം ഞാൻ അരി കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചു. അതും തിളച്ചു. റൈസ് കുക്കറിലേക്ക് വയ്ക്കുക. റൈസ് കുക്കർ ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഷിഫ്റ്റ് ചെയ്തു ഗൈസ്. കേട്ടോ ഇല്ലല്ലേ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തിക്ക് തേങ്ങ ഞാൻ വെച്ചു. തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക്. ചമ്മന്തി അരയ്ക്കാവേ. വേദ പറഞ്ഞ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വൈറ്റ് ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാല് തിളപ്പിച്ച് വെക്കണമെങ്കിൽ പാട എടുക്കാൻ പറ്റും. ആ പാടയിൽ നിന്നാണ് ഞാൻ നെയ്യ് എടുക്കുന്നത്. നെയ്യ് എടുക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ താഴെ അത് കൊടുത്തേക്കാവേ. ചമ്മന്തി അരയ്ക്കാൻ പോയിട്ട് ഞാനേ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് ജീരകവെള്ളം പോലും കുടിച്ചില്ല. എല്ലാവരും കമൻ്റ് ഇട്ടിരുന്നു വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണമെന്ന്. ഇരുന്ന് കുടിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ 9 മണിയായി. വേദിക്ക് 9:30 ട്യൂഷനുണ്ട്. ഒന്നും ആയില്ല. 9:30 10 മണിക്ക് 9:00 പോവും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു. ഒരു കുന്തവും നടന്നില്ല. വേദിക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്താണ് ചമ്മന്തി സെറ്റാക്കട്ടെ. ആ സമയം ദോശക്കല്ല് വയ്ക്കായിരുന്നു. ഉപ്പിട്ടില്ല. ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ദോശക്കല്ല് ചൂടാവും. അപ്പോഴേക്കും ചമ്മന്തി അരച്ചിട്ട് വരുമ്പോഴേക്കും ദോശ ചൂടാനുള്ള സമയമാവും. ബുദ്ധി വേണം, ബുദ്ധി. ഇത് എൻ്റെ ഇരുമ്പ് ചട്ടിയാട്ടോ. എനിക്ക് നോൺ സ്റ്റിക്ക് ദോശക്കല്ലിൽ ചുടുന്നതിനെക്കാട്ടി ഇരുമ്പ് ചട്ടിയിൽ ദോശ ചുടുന്നതാണ് ഇഷ്ടം. ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കിയില്ല. മില്ലറ്റ് നൂഡിൽസ് നീ കഴിക്കുമോ? ഇന്നിപ്പോൾ ദോശ കഴിച്ചാൽ മതി. എന്നാൽ നൂഡിൽസും ഇതൊക്കെ തന്നെയല്ലേ കഴിക്കണത്.
ആവശ്യമുള്ളതൊന്നും കഴിക്കൂല. ഉപ്പ് കൂടിപ്പോയെന്ന് തോന്നണേ, അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. വേദാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരണത്. താങ്ക്സ് വേദു. പാല് തിളപ്പിക്കാൻ പറ്റില്ല, അത് ചീത്തയായി പോകണമെന്ന് തരുന്നു. ദോശയിലൂടെ കഴിക്കാൻ കുറച്ച് ലൂസാക്കട്ടാ, ശക്കലം, കുറച്ച് ശക്കലം. മിക്സിയുടെ ജാറ് കഴുകി കഴിക്കാമെന്ന്, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കും. ഉപ്പുണ്ടോ? ഉപ്പ് കൂടിയാന്ന് നോക്കട്ടെ, ചെറുതായിട്ട് ഉപ്പ് കൂടിയേ. നീ പോ, എന്നെ എന്താ അമ്മൂമ്മയെ അരയ്ക്കാൻ പഠിപ്പിക്കല്ലേ. ഇല്ല, അത് ശകലം ഉപ്പ് കൂടിപ്പോയാൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും, ഒട്ടും കഴിക്കാൻ പറ്റൂല. ശകലം ഉപ്പ് കൂടി. ഇപ്പം കറക്റ്റായി. ദോശമാവ് ദോശമാവിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് ഇഡ്ഡലിയുടെ കണക്കിനിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഇന്നലെ ഇഡ്ഡലിയുടെ കണക്കിനായിരുന്നു മാവ്, വെള്ളം ഒഴിച്ചപ്പോൾ ദോശയായി. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി ദോശമാവെന്നൊക്കെ പറയുമ്പോഴേ ചിലർ കമൻറ്റ് ചെയ്യും, ഇഡ്ഡലിക്കും ദോശയ്ക്കും പ്രത്യേകം മാവുണ്ടോന്നില്ല. ഇഡ്ഡലി കട്ടിയായിട്ടിരിക്കും, ദോശയ്ക്ക് ലൂസായിട്ടിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ലൂസായിപ്പോയി, കുറച്ച് കൂടിപ്പോയി. വീഡിയോ എടുത്ത് ഞാൻ എന്ത് ചെയ്താലും ഫ്ലോപ്പായിരിക്കും. വേദ ഹോട്ടൽ സ്റ്റൈലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, എന്ത് മൂളണത്, നിനക്കൊന്നും ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ? നോക്കിക്കോ നീ. ദോശയ്ക്ക് ഉപ്പ് കുറവേന, അപ്പം അതുകൊണ്ട് ചമ്മന്തിക്ക് ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല. ദോശക്കല്ല് തടവുന്ന സാധനം അതില്ലേ, ഇവിടെ പോയി. ഗീ തീർന്നു, ഗീ വാങ്ങിക്കണം. ദോശക്കല്ല് ശകലം കൂടി ചൂടാവാനുണ്ടേ. ഈ ദോശക്കല്ലിൽ എന്താ തടവുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു തുണിയാണ് കേട്ടോ, ഒന്നുമില്ല. അത് എണ്ണ ഓൾറെഡി അതിലുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ എണ്ണ എടുത്തില്ല. വേറെ എത്ര ദോശ കഴിക്കാം? ഇന്നലെ 2 ദോശ എന്ന് പറഞ്ഞു. ഇന്നലെ 2 ദോശ എന്ന് പറഞ്ഞു. ഇന്നലെ 2 എന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത്. അത് ശരിയാണ്. പൊറോട്ട ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അത്രയും പെർഫെക്ഷൻ വന്നില്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. അവർ ഭയങ്കര നൈസായിട്ടാണ് ചുട്ടണത്. ഞാൻ ചുട്ടാൽ അങ്ങനെ കിട്ടത്തില്ല. ഓ പൊടി ഇപ്പം നോക്കിയത് മൊരുമൊരാ പറഞ്ഞാൽ നീ നോക്കിയോ, എന്നിട്ട് വാവ് എന്ന് നീ പറയും. ഞാൻ എൻ്റെ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കിയില്ല. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി നൂഡിൽസ് എടുത്താൽ മതി. നൂഡിൽസ് വേവാനും അധികം താമസമില്ല. നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ. ഒരുങ്ങി വരും. ഗീ തീർന്നു കേട്ടോ. നാളെ ഞാനും അച്ഛനും കൂടി പോത്തീസിൽ പോകും. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പോത്തീസിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് വാങ്ങാനാണ് പോത്തീസിൽ പോകുന്നത്. പോത്തീസ് ബിഗ് ബസാറിലുണ്ടോ? ബിഗ് ബസാറൊക്കെ പോയി. സ്മാർട്ട് ബസാർ. വേദ എവിടെയെങ്കിലും ക്യാമറ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവിടെ വച്ചിരിക്കും, മറന്നു പോകും വേദ. നിറയെ ഗീ കഴിച്ചിട്ടുണ്ട്. വേദയ്ക്ക് അധികം ഗീ കഴിച്ചാൽ തലവേദന വരാനുള്ള ചാൻസ്. നീല്ലേ ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞത്? ഇന്നത്തെ വീഡിയോയിൽ വേദന ക്യാമറമാൻ കേട്ടോ, അതുകൊണ്ട് വേദയെ കാണിക്കുന്നില്ല. പക്ഷെ കഴിക്കാൻ നേരം ഞാൻ വേദയെ കാണിക്കേ. നല്ല മുരുമുര കരിമുര ഇരിക്കുന്ന ഗീ റോസ്റ്റ് കഴിച്ചിട്ട് നീ പറ. സത്യസന്ധമായ അഭിപ്രായം നീ പറയണം. ഓക്കെ? കൊള്ളൂല എന്നാണ് ശരി, സത്യസന്ധം. മുരിക്കണേണ്, മറിച്ചിടട്ടാ. ഹോട്ടലിൽ മറിച്ചിടാതെയാണ് തരണം, അത് നിനക്കറിയാമോ? ഇല്ല കുഴപ്പമില്ല, അത് ടേസ്റ്റ് അറിയില്ല. സാമ്പാറുണ്ട് ഇന്നലത്തെ.
ഇനി വേദയെ കാണിക്കാമേ. ഞാൻ ഒരു ദോശയ്ക്കൂടെ കോരി ഒഴിക്കട്ടെ. നിനക്ക് വേണ്ടല്ലോ ഇനി? ഓ, മടക്കി തരാം. തൊപ്പി ഉണ്ടാക്കി തരാം. തൊപ്പി അച്ഛനെ നിന്നെ അച്ഛനും പറഞ്ഞിട്ടിട്ടാണ് എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാൻ. ആ തൊപ്പിയും കുപ്പിയൊന്നുമില്ല. ഓക്കെ, കഴിച്ചോളൂ വേദ. കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിങ്ങുന്നില്ലേ? ഇല്ലല്ലേ, അറിയാം. സത്യസന്ധമായ അഭിപ്രായം പറയണേ. ആയി എന്നാ പറയാൻ വയ്യ. ഇനി അടുത്തൊരു മുരിച്ചുണ്ടാക്കി തരാം. ഒരു ദോശ മതിയാ? അപ്പോൾ അവിടെ പോയിന്ന് കഴി. പെട്ടെന്ന് അച്ഛനെയും മോളെയും പറഞ്ഞുകൊണ്ടിട്ട് ഏട്ടനും പോവാൻ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. വേദയ്ക്ക് ഇപ്പോൾ ട്യൂഷനുണ്ട്. ദോശ പെട്ടെന്ന് ചുട്ടു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാവേ. ഞാൻ പാല് ഇപ്പോഴത്തേക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് ഇന്നലത്തെ സാമ്പാർ കേട്ടോ, ഒരു മനുഷ്യർക്കും വേണ്ട, അത് കളയാൻ വെച്ചേക്കാണ്. തീർന്നു, ഇനി കുറച്ചേ ഉള്ളൂ. പാല് ഞാനിപ്പോൾ വൈകിട്ട് ചിലപ്പോഴൊക്കെ കോഫി കുടിക്കും. വേദയ്ക്ക് ചോക്കോസ് ഒക്കെ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലേ വാങ്ങിക്കുള്ളൂ. ഈ പാല് 3 ദിവസം ഉണ്ടാകും. ഞാൻ കോഫിക്ക് 1 ടേബിൾ സ്പൂൺ കോഫിക്കാണ്, അല്ല 1 ടേബിൾ സ്പൂൺ പാലാണ് കോഫിക്ക് എടുക്കുന്നത്. എനിക്ക് ഒരുപാട് പാല് കോഫിക്ക് ഇഷ്ടമല്ല. പണ്ട് ഇഷ്ടമായിരുന്നു, ചായക്കും അങ്ങനെയാണ്. പണ്ട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇഷ്ടമല്ല. പാല് തിളപ്പിക്കാൻ വെച്ചില്ല. ഒരു ദോശയുടെ ചുട്ട് കേട്ടാ. ചമ്മന്തി ഉള്ളായിരുന്നോ? അതും കൊള്ളൂല. ഉപ്പായിരുന്നാ? ഞാൻ പറഞ്ഞല്ലോ ഉപ്പാണെന്ന്. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. വീഡിയോ എടുത്ത് ധൃതിയിൽ അങ്ങനെ ചുട്ടുകൊണ്ടാണ് സംഭവിച്ചത് കേട്ടാ. എന്തിനാ ക്യാമറ വന്ന് തട്ടിയിട്ട് പോയത്? ഇനി എൻ്റെ നൂഡിൽസ് ഏതിൽ വെക്കാം? ഞാൻ ഇൻഡക്ഷനിൽ വെക്കാമെന്ന് കരുതിയതാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട വീഡിയോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഇപ്പം തന്നെ എടുത്തത് ധൃതിയിൽ. അതാ രാവിലെ എഴുന്നേറ്റത് പോലും, അല്ലെങ്കിൽ എഴുന്നേക്കില്ലായിരുന്നു രാവിലെ ഞാൻ. അവിടെയൊക്കെയായി. എടാ, ധൃതിയിൽ ചെയ്യുമ്പോൾ പലതും നമ്മളെ കയ്യിൽ നിന്ന് പോവും. കുറച്ച് ഗീലുണ്ടാക്കാം നമ്മുടെ നൂഡിൽസ്. ക്യാമറ പാൻ ചെയ്തേതാ? എൻ്റെ കട്ട് വെജിറ്റബിൾസ് കാണിച്ചു തരാം. ഇപ്പോൾ വാങ്ങിച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി വീണ്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഷ്റൂം, ക്യാപ്സിക്കം, ബ്രൊക്കോളി, ക്യാരറ്റ്, സവോള. ഇതിൽ കുറച്ച് പനീറും ആഡ് ചെയ്യും. ഞാൻ ഉണ്ടോ ക്യാമറയിൽ? പനീറും ആഡ് ചെയ്യും, കുറച്ച് ഗ്രീൻ പീസും ആഡ് ചെയ്യും. ഇന്നലെ ഞാൻ ഇഡ്ഡലി കഴിച്ചല്ലേ, എന്നൊന്നും അരിയാഹാരം കഴിച്ചുകൂടാ. ഓക്കെ, ആടിന് 4 ദോശ, ഒരു ബുൾസൈ. ഉച്ചയ്ക്ക് മീൻകറി, ഏത്തങ്ക അവിയൽ. കുറച്ച് ഗീ ഒഴിക്കാനേ പാനിൽ. പാൻ ചൂടായി. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസേ, ഒരുപാട് വേണ്ട, കുറച്ച് മതി, വേണ്ട. ഇനി പനീറും ഗ്രീൻ പീസും ഒക്കെ ഇടുന്നതല്ലേ, അപ്പോൾ ഒരുപാടായ കൊള്ളത്തില്ല. എല്ലാം ഒരു ലിമിറ്റ് വേണം. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ദോശ കരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പനീർ കഴിക്കാനും പറ്റില്ല. ഒരു ലിമിറ്റ് വേണം. ഏട്ടനുള്ള ദോശയായി. ഇനി ഒരു ബുൾസൈഡ് അടിച്ചാൽ ഏട്ടൻ്റെ കാര്യം സെറ്റായി. ഈ ഇതായതുകൊണ്ട്, അതായത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്തിട്ടിട്ട് ബുൾസൈ അടിച്ചാൽ കറക്റ്റ് കിട്ടും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് കുറച്ച് പെപ്പർ ഇടറാ വേദേ.
ഉപ്പിട്ട് കൊടുക്കണേ. വേണ്ട, എന്നിട്ട് കണ്ണിൽ വെച്ച് തേക്കണേ. മാറ്, അങ്ങനെയാണ് പെപ്പർ ഇടുന്ന, കുറച്ചുകൂടി ഇട്. ഓക്കെ, ഏട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി പാൻ ടു മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇളക്കി കൊടുത്തില്ല, സമയം കിട്ടിയില്ല. വേണ്ട, ഞാൻ പെട്ടെന്ന് സെറ്റാക്കാം. ഇതിൽ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ മാഗിയിൽ ഒരു മസാല വരുന്നുണ്ട്. ആ മസാലയിൽ, അയ്യോ എൻ്റെ ബുൾസ ഇപ്പോൾ കരിയല്ല, മസാലയിൽ ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് മസാല ഇടുന്നില്ല. ബുൾസ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി ബുൾസ. വീണ്ടും നമ്മുടെ എന്താണ് ഇതിലേക്ക് വരികയാണ്. എൻ്റെ സിസ്റ്റേഴ്സ് ഒന്നും കാണാനില്ല. യെസ്, അവിടെ ഇരിക്കായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു മിക്സേ. പാസ്തയിലും ഈ സെയിം മിക്സ് വരും. എനിക്ക് അതുകൊണ്ടാണ് ഇത് രണ്ടും വലിയ ഇഷ്ടമല്ലാത്തത്. ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ്. ഇതാണ് മില്ലറ്റ് നൂഡിൽസ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് സ്ലബ് ഫാം മില്ലറ്റ് നൂഡിൽസ്. ഇതിൻ്റെ തന്നെ പാൻ കേക്ക് മിക്സ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, എല്ലാം ഞാൻ ഇവരുടേത് വാങ്ങാറുണ്ട്. ഇട്ട് പൊടിക്കാതെ ഞാനത് എങ്ങനെയല്ല കഴിച്ചോളൂ. നീ പോയാണ് പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടായിരുന്നു നൂഡിൽസ് ഇടേണ്ടത്. പാസ്തയൊക്കെ അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. സെയിം സ്റ്റെപ്സിൽ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് വേവാം. സെപ്പറേറ്റ് പാസ്ത വേവിച്ചിട്ട് വീണ്ടും ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെജിറ്റബിൾസും പാസ്ത എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ നല്ല പെട്ടെന്ന് വേവും കേട്ടോ. അയ്യോ, എൻ്റെ പാല് ഞാൻ മറന്നുപോയി. ക്യാമറ ഓൺ ചെയ്തപ്പോൾ അതിൽ പാലിങ്ങനെ പൊങ്ങി വരണം. അങ്ങനെയാണ് ഓടി വന്നത്. ബദാം കഴിച്ചില്ലടാ. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ട ടൈമായി. ഇത് ബദാമാ? വേണ്ടെങ്കിൽ ഇവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. നാളെ ഞാൻ കഴിച്ചോളാം. ഇന്ന് രാവിലെയാണ് ഞാൻ എടുത്തിട്ടത്, മറന്നുപോയി. അപ്പോൾ നമ്മുടെ മാഗി വേവുന്ന സമയം ബദാം കഴിക്കാം. വെരി ബിസി ഡേ, ബിസി സൺഡേ മോർണിംഗ്. വേദം ചിരിക്കുന്നു. നീ എണീറ്റ് വന്നപ്പോഴേ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നില്ല ഞാൻ വിത്തിൻ സെക്കൻഡ്സ്. ഓക്കെ, മിനിറ്റ്സ്. അതിനുള്ള കഴിവ് വേണം. നീ ആയിരുന്നെങ്കിലോ പറ്റുമായിരുന്നോ? ഇവിടെ നിന്ന് തൊലിച്ചിട്ടു. ഇനി ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നൂഡിൽസ് വേവുന്ന കുറച്ച് സമയമുണ്ട്. നൂഡിൽസ് വെന്ത് അത് ഞാൻ കഴിച്ചിട്ട് നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, കഴുകിയെടുത്തു. ഇത്രയും നൂഡിൽസ് കഴിക്കുമോ? യെസ്, അത് വെജിറ്റബിൾസ് ആണ് കേട്ടോ കൂടുതലും. ഒരു ബൗൾ പാസ്ത നൂഡിൽസ് ഒക്കെ നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ഒരു നൂഡിൽസ് കുറച്ചേ ഉള്ളൂ. വെജിറ്റബിൾസ് ഇല്ലടാ, വെജിറ്റബിൾസ് കൂടുതലാണ്. ഒരു ഗ്രീൻ ടീ കൂടെ. എനിക്ക് ഗ്രീൻ ടീ നിർബന്ധമാണ് കേട്ടോ. അതും ലിപ്റ്റൻ്റെ ഈ ഒരു ടീ ബാഗ് ഹണി ലെമണ്ടത് എനിക്ക് നിർബന്ധമാണ്. കാരണം എൻ്റെ വയറ് കുറച്ച് അത് കുടിച്ച ശേഷം ചൊട്ടിയ പോലൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല. ഞാൻ നിർബന്ധമായിട്ട് കുടിക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്കായിട്ട് ജീരകവെള്ളം കുടിക്കണതിന് പകരം ഇത് കുടിക്കട്ടെ എന്ന് വെച്ചാൽ പറയും. അതിനെക്കാട്ടി എഫക്റ്റീവ് ജീരകവെള്ളമാണ്. അത് കുടിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഗ്രീൻ ടീ കുടിക്കാൻ പറയും. അപ്പോൾ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന് മുന്നെയാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ നൂഡിൽസ് ടേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ നൂഡിൽസ് എനിക്ക് നല്ല ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. ഏതൊക്കെയാണോ ചൂട്? ഇന്നത്തെ നൂഡിൽസിന് മാഗി മസാലയുടെ ടേസ്റ്റ് ഇടി. ആ ഒരു ജീരകത്തിൻ്റെ ആ ഒരു ഇതില്ല. തരാം, ഞാൻ അവളും കൂടെ മിക്കവാറും അടിയാവും. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബിസി ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ് വീഡിയോ കഴിയുകയാണ്. മേക്കിങ്ങും ചെയ്തു, കഴിക്കുകയും ചെയ്തു.
അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും കഥയിലെ നായിക ഞാനാണ്. എന്നെ കാണിക്കൂ. ടാറ്റാ, ബൈ ബൈ.